സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഖലീഫ അമീറുൽ മുഅ്മിനീൻ മക്കത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. കൂടെ രണ്ട് രാജകുമാരന്മാരുണ്ട്. അവർക്ക് ഹജ്ജിൻ്റെ മസലകൾ അറിയണം. അപ്പോൾ ആരാ ചോദിച്ചു, ആരാ ഉള്ള മക്കത്ത് രാജാവിന് ഇൽമു ഫത്വ കൊടുക്കാൻ? പറയപ്പെട്ടു അതാ ഇബ്നു അബി റബാഹ് ഉണ്ട്. അതാ ഇബ്നു അബി റബാഹ് അൽ അസ്വദ്, അൽ അബ്ദുൽ അസ്വദ്, കറുത്ത നിറമുള്ള സൗന്ദര്യമില്ലാത്ത അതാ ഇബ്നു അബി റബാഹ്. രാജാവ് മസലൊക്കെ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഖലീഫ തൻ്റെ മക്കളെ വിളിച്ചു, രണ്ടാളെയും. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഇൽമ് തേടുന്ന വഴിയിൽ നിന്നും പുറകോട്ട് പോവല്ലേ, ഇൽമ് തേടുന്ന വഴിയിൽ നിന്നും പുറകോട്ട് പോവല്ലേ. ലാ അൻസ ദുല്ലനാ ബൈന യദയിൽ അബ്ദിൽ അസ്വദ്. ഈ കറുത്ത നിറമുള്ള അടിമയുടെ മുന്നിൽ നമ്മൾക്കിങ്ങനെ തലതാഴ്ത്തി ഇരിക്കേണ്ടി വന്നത് ആ അടിമക്ക് വേറെന്തെങ്കിലും പവറുണ്ടായിട്ടല്ല, അടിമൻ്റെ കൈമേലുള്ള ഇൽമിൻ്റെ പവറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനും അതിൻ്റെ ഉള്ളിൽ നിന്നും മനുഷ്യനെ മാറ്റാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന നൂറിനുമല്ലാതെ ലോകത്തെ മാറ്റാൻ കഴിയില്ല, മനുഷ്യനെ മാറ്റാൻ കഴിയൂല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ മർക്കസുകളാണ് ഇതേപോലത്തെ ദീനി സ്ഥാപനങ്ങൾ.